ഈശോയെ 8 മില്യൺ വ്യൂ ആണ് ഈ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം. അപ്പോൾ 8 മില്യൺ എന്ന് പറഞ്ഞാൽ 80 ലക്ഷം പേരാണ് ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുടെ വീഡിയോ കണ്ടേക്കുന്നത്. അതിനും വേണ്ടിയൊക്കെ എന്തുവാ അല്ലേ? നമ്മുടെ വീഡിയോ അല്ല കേട്ടോ, വേറെ കൊള്ളാമെന്ന് പറഞ്ഞ വീഡിയോയാ. അപ്പോൾ എന്തുവായാലും ഇന്ന് ചോറിന് നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കാം. ഇന്ന് അതേ ഉള്ളൂ. ചിക്കനൊക്കെ ഇനിയും ഐസിൽ നിന്നൊക്കെ എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് വൈകിട്ടാകും. വൈകിട്ട് നൈറ്റിനും പോകണം. അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് നല്ല കുത്തരി ചോറും ഈ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും ഒരു മുട്ട പൊരിച്ചതും ഇച്ചിരി തേങ്ങ അരച്ച ചമ്മന്തി, തന്നെ ഉണ്ട പിടിച്ചിട്ടുള്ള ചമ്മന്തിയും ഇച്ചിരി കടുമാങ്ങ അച്ചാറും കൂടി ഇട്ടിട്ട് ഇന്നങ്ങ് പിടിക്കാം. അപ്പോൾ പോയേക്കാം, ഉണ്ടാക്കാം, വാ. അല്ലെങ്കിലും എനിക്ക് ഈ വെജിറ്റേറിയൻ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ വലിയ താല്പര്യമില്ല, വലുതായിട്ട് അറിയത്തുമില്ല. അതെല്ലാം ചെയ്യുന്നത് ജീതുവാണേ, എൻ്റെ വൈഫേ. അപ്പോൾ കട്ട് ചെയ്ത് കിഴങ്ങെടുത്തിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെക്കണം കേട്ടോ. കാശ്മീരി ചില്ലി, ഒരു 3-4 വെളുത്തുള്ളി, കുരുമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതുപോലെ അരച്ചിങ്ങെടുക്കണം കേട്ടോ. കിഴങ്ങിന്റെ വേവ് എന്ന് പറഞ്ഞാൽ ഒരു 50%. വെന്തോന്ന് ചോദിച്ചാൽ വെന്തു, ഇല്ലയോന്ന് ചോദിച്ചാൽ ഇല്ല. ആ രീതി വേണം എടുക്കാൻ. ഇവിടെ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ആ മസാല ഇട്ട് എണ്ണ തെളിയുന്നതും വരെ ഒന്ന് ഇളക്കണം. പാതി വെന്ത കിഴങ്ങിട്ടിട്ട് ഇളക്കി എടുത്ത് കഴിയുമ്പോൾ ഏകദേശം നമ്മൾ വീഡിയോ കണ്ട ഐറ്റം റെഡി ആവേ. ഇനിയൊരു മുട്ട പൊരിച്ചതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സാധനം തയ്യാറായി. ഇനി വേണ്ടത് തേങ്ങാ ചമ്മന്തി, നല്ല ഉണ്ട പിടിച്ചത്, അതും ഇവിടെ തയ്യാറായി. ഒറ്റ വിസിലടിയിൽ നമ്മുടെ ചോറും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കി ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കാം. ആഹാ, കഴിഞ്ഞ ആഴ്ച ഷോപ്പിങ്ങിന് പോയപ്പോൾ കിട്ടിയ സംഭവം ഇത് കേട്ടോ, കണ്ണിമാങ്ങ അച്ചാർ. എനിക്കിത് വലിയ ഇഷ്ടമാണേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആ അച്ചാറൊക്കെ കൈ വെച്ച് തൊട്ട് നിൽക്കുമ്പോൾ ഇത് കയ്യിലെടുത്ത് കടിച്ച് വലിച്ച് ചപ്പിയാണ് കഴിക്കുന്നത്. അതിൻ്റെ ഒരു ഫീൽ വേറെയാണ്. ഇങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയതും എനിക്ക് തോന്നിയതും ഒരേ കാര്യം തന്നെയായിരിക്കും. ഒരു മത്തി വറുത്തതും കൂടെ സൈഡിലുണ്ടായിരുന്നെങ്കിൽ പൊരിച്ചേനെന്ന് അല്ലേ. അപ്പോൾ ഇന്നത്തെ തട്ടിക്കൂട്ട് പരിപാടി കഴിഞ്ഞു. ആ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി കൊള്ളായിരുന്നു, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.